Hi everyone, myself Ansar CK. Welcome to Ejus MLTPSC coaching. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെപ്റ്റംബർ 3 നടന്ന 2024 സെപ്റ്റംബർ 3 നടന്ന ഇന്ത്യൻ മെഡിസിൻ സർവീസിൻ്റെ ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2ൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് കടക്കാം. First question, a neutrophil that has a phagocytosid denatured nuclear material of another cell is called. അതായത് ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഒരു ന്യൂട്രോഫിലിന് എന്താണ് ന്യൂക്ലിയർ മെറ്റീരിയൽ ഇൻജസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫാഗോസൈറ്റോസ് ചെയ്തിട്ടുള്ള സെൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടാർട്ട് സെൽ, ഓപ്ഷൻ ബി പെൽഗർഹൂഡ് സെൽ, ഓപ്ഷൻ സി എല്ലി സെൽ ആൻഡ് ഓപ്ഷൻ ഡി പിക്നോട്ടിക് ന്യൂട്രോഫിൽ. ഇതിൽ നമ്മൾ ന്യൂട്രോഫിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ടാർട്ട് സെൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി മാക്രോഫേജസ് അല്ലെങ്കിൽ ഗ്രാനുലോസൈറ്റ്സിനൊക്കെയാണ് മെയിനായിട്ട് എഫക്ട് ഗ്രാനുലോസൈറ്റ്സ് വിത്ത് ഇൻജസ്റ്റഡ് എൻഗൾഫഡ് ന്യൂക്ലിയസ് ഒക്കെ തന്നെയാണ് ടാർട്ട് സെൽ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ന്യൂട്രോഫിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂട്രോഫിൽ ഫാഗോസൈറ്റോസിഡ് വിത്ത് ഡിനാച്ചുറഡ് ന്യൂക്ലിയർ മെറ്റീരിയൽ എന്നും കൂടി പറഞ്ഞത് കാരണം നമുക്ക് എന്താണ് ഇവിടെ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. എല്ലി സെൽ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഓപ്ഷൻ എല്ലി സെൽ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റ്. ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ റിലേറ്റീവ് വോളിയം ഓഫ് ബ്ലഡ് ആൻഡ് സലൈൻ, ബ്ലഡിന്റെയും സലൈന്റെയും റിലേറ്റീവ് വോളിയം, അതേപോലെ തന്നെ ഫൈനൽ പി എച്ച് ഓഫ് ബ്ലഡ് ഇൻ ദ സലൈൻ, അതിന്റെ പി എച്ച്, അതേപോലെ തന്നെ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ടെസ്റ്റ് ആർ ക്യാരിഡ് ഔട്ട്, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബോവ്. അതായത് ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റ് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്ന അതിന്റെ ഫാക്ടേഴ്സുകളാണ്, എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് വോളിയം ഓഫ് ബ്ലഡ് ആൻഡ് സലൈൻ, കാരണം എന്താണ് ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റിനെ ഒരു ഡിപ്പെൻഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ വോളിയം ഓഫ് ബ്ലഡ് ആൻഡ് സലൈൻ ആണ്. അതുപോലെ തന്നെ എന്താണ് പി എച്ചും എന്താണ് അതിന്റെ ബ്ലഡിന്റെ പി എച്ച് എന്ന് പറയുന്നത് ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റിന്റെ ഒരു ഫാക്ടർ തന്നെയാണ്, എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഓഫ് ദ ടെസ്റ്റിംഗ്, ടെമ്പറേച്ചർ എന്താണ് ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓൾ ഓഫ് ദ അബോവ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. Third question, D-dimer lattice slide test for detection of cross-linked fibrin is based on. Mainly നമ്മുടെ ലാറ്റസ് സ്ലൈഡ് ടെസ്റ്റുകളൊക്കെ എന്താണ് ഒരു അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റുകളാണ് വരിക. ലാറ്റസ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റുകൾ എന്ന് കേട്ടിട്ടില്ലേ? മെയിൻലി എല്ലാ ടെസ്റ്റുകളല്ല, മെയിൻലി ഓഫ് ദ ടെസ്റ്റുകൾ എന്താണ് ലാറ്റസ് ടെസ്റ്റുകൾ എന്താണ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റുകളാണ് വരുന്നത്. ഇവിടുത്തെ ഓപ്ഷൻസുകൾ നമുക്ക് നോക്കാം. ലാറ്റസ് അഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷൻ ടെസ്റ്റ്, ഫ്ലോക്കുലേഷൻ ഇൻഹിബിഷൻ ടെസ്റ്റ്, അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് ഒക്കെ. ഫ്ലോക്കുലേഷൻ ടെസ്റ്റിനൊക്കെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ VDRL ഒക്കെ എന്താണ് ഒരു ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ലാറ്റസ് അഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷനെ പറ്റിയുള്ള ഒരു ടെസ്റ്റ് ആണ് നമ്മളെ β-HCG ഒരു ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ എന്താണ് ലാറ്റസ് അഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷൻ ആണ്. ഇവിടെ എന്താണ് D-dimer lattice slide ടെസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ C is the right answer. Agglutination test is the right answer. Okay, D-dimer lattice slide test എന്ന് പറയുന്നതാണ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ്. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്രോത്രോംബിൻ ടൈം ഡിറ്റർമിനേഷൻ ഇസ് ഹെൽപ്ഫുൾ ഇൻ PT ഡിറ്റർമിനേഷൻ ഇസ് ഹെൽപ്ഫുൾ ഇൻ PTയുടെ ഡിറ്റർമിനേഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്തിലൊക്കെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ പ്രീ സർജിക്കൽ സ്ക്രീനിങ്, ഓപ്ഷൻ ബി മോണിറ്ററിംഗ് ഓഫ് പേഷ്യൻസ് ഓൺ ഓറൽ ആന്റിബയോട്ടിക് തെറാപ്പി, ഓപ്ഷൻ ഡി ഡിറ്റർമിനേഷൻ ഓഫ് ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടേഴ്സ് 2, 5, 7 and 10, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബോവ്. നമുക്കറിയാം PT എപ്പിറ്റിറ്റ് ഒക്കെ നമ്മൾ എന്താണ് ഒരു പ്രീ സർജിക്കൽ സ്ക്രീനിങ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആണ്. അതുപോലെ തന്നെ എന്താണ് ഒരു ആന്റികോയാഗുലന്റ് തെറാപ്പി പോകുന്ന ഒരു പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം എന്താണ് നമ്മൾ PT ഒക്കെ എന്താണ് ആന്റികോയാഗുലൻസ് പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആന്റികോയാഗുലന്റ് തെറാപ്പിയിൽ നമ്മൾ എന്താണ് വേരിയേഷൻസ് വരാറുണ്ട് PTക്ക്. അപ്പോൾ ആ ടൈമിൽ നമ്മളാണ് PT ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ
ഫാക്ടേഴ്സ് 2, 5, 7, 10. ഇതെന്താണ് മെയിൻലി എക്സ്ട്രിൻസിക് പാത്ത് വേയിൽ വരുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതെന്താണ് PTയിലെ ഡിറ്റർമിനേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓൾ ഓഫ് ദ അബോവ് ഈസ് ദ റൈറ്റ് ആൻസർ. All of the above is the right answer. All of the above is the right answer. Option D is the right answer. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് മോർഫോളജിക്കലി ഐഡന്റിഫൈഡ് സെൽ ഇൻ ദ മൈലോയിഡ് സീരീസ്. മൈലോയിഡ് സീരീസിൽ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് മോർഫോളജിക്കൽ ഫോം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ മൈലോസൈറ്റ്, ഓപ്ഷൻ ബി മൈലോബ്ലാസ്റ്റ്, ഓപ്ഷൻ സി മെറ്റാമൈലോസൈറ്റ് ആൻഡ് ഓപ്ഷൻ ഡി മെഗാ മൈലോബ്ലാസ്റ്റ്. എപ്പോഴും ഹെമറ്റോപോയിസിന്റെ കേസിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി സ്റ്റേജ് ആയിരിക്കും. സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്ചുവർ സെല്ല് അല്ലെങ്കിൽ മെച്ചുവർ സ്റ്റേജ് ആയിരിക്കും. മെച്ചുവർ സ്റ്റേജ് മീൻസ് കുറച്ചുകൂടെ ബ്ലാസ്റ്റിനേക്കാളും കുറച്ചും കൂടെ മെച്ചുവർ ആയിട്ടുള്ള. ഇപ്പൊ ഒരു മൈലോസൈറ്റ് മൈലോബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് മൈലോബ്ലാസ്റ്റ് കഴിഞ്ഞിട്ടാണ് അത് മൈലോസൈറ്റ് വരുന്നത്. സോ എന്താണ് ഏർലിയർ സ്റ്റേജ് എന്ന് പറയുന്നത് മൈലോബ്ലാസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. സെയിം മൈലോബ്ലാസ്റ്റ്, എറിത്രോബ്ലാസ്റ്റ്, എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിത്രോബ്ലാസ്റ്റ് ആണ് അത് ആദ്യം ഫോം ചെയ്യുന്ന ഫോം, അത് കഴിഞ്ഞിട്ടാണ് എറിത്രോസൈറ്റ് വരുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ എന്താണ് മൈലോബ്ലാസ്റ്റ് ആണ് അത് ഏർലിയസ്റ്റ് ഫോം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. മൈലോബ്ലാസ്റ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, specific gravity of urine is less than 1.005 is it. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ലെസ് ദാൻ 1.005, അതായത് ലോ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് വരുന്നത്. ഇപ്പൊ ലോ സ്പെസിഫിക് ഗ്രാവിറ്റി ഏത് കണ്ടീഷനിലാണ് വന്നിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഡയബറ്റിസ് മെലിറ്റസ്, ഓപ്ഷൻ ബി ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ഓപ്ഷൻ സി അക്യൂട്ട് നെഫ്രൈറ്റിസ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബോവ്. നമുക്കറിയാം ഡയബറ്റിസ് ഇൻസിപ്പിഡസ് അല്ലെങ്കിൽ ADH ഡെഫിഷ്യൻസി, ADH അബ്നോർമാലിറ്റീസിന്റെ കേസിലേക്ക് എന്താണ് നമുക്ക് അവിടെ ഡൈയൂറസിന്റെ പ്രശ്നങ്ങളും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കേസിൽ എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. Diabetes insipidus is the right answer. Option B is the right answer. Okay. Next question, crystals found in the acid urine. Acid urine ൽ കാണുന്ന ക്രിസ്റ്റൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം പല ക്രിസ്റ്റൽസുകളുണ്ട്. നമ്മൾ ഇപ്പോൾ സെയിം മോർഫോളജി ഉള്ള ക്രിസ്റ്റൽസുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താണ് യൂറിന്റെ ആസിഡിറ്റി നോക്കും, അല്ലെങ്കിൽ എന്താണ് യൂറിന്റെ pH നോക്കും. അത് ആസിഡ് യൂറിൻ ആണോ ആൽക്കലൈൻ യൂറിൻ ആണോ എന്നുള്ളത് നോക്കും. അത് നോക്കിയിട്ട് നമുക്ക് എന്താണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ കേസിൽ ചോദിച്ചിട്ടുള്ളത് ഇവിടുത്തെ കേസിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അസിഡിക് യൂറിനിൽ കാണുന്ന ക്രിസ്റ്റൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അസിഡിക് ക്രിസ്റ്റൽസിലുള്ള അസിഡിക് യൂറിനിൽ കാണുന്ന ക്രിസ്റ്റൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കാൽഷ്യം ഓക്സലേറ്റ്, ഓപ്ഷൻ ബി കാൽഷ്യം കാർബണേറ്റ്, ഓപ്ഷൻ സി കാൽഷ്യം ഫോസ്ഫേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ട്രിപ്പിൾ ഫോസ്ഫേറ്റ്. നമുക്കറിയാം എന്താണ് കാർബണേറ്റ് അതേപോലെ തന്നെ ഫോസ്ഫേറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആൽക്കലൈൻ pH-ലാണ് വരിക. കാർബണേറ്റ്സ് അതേപോലെ ഫോസ്ഫേറ്റുകളൊക്കെ എന്താണ് മെയിൻലി ആൽക്കലൈൻ pH-ലാണ് വരിക. അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. കാൽഷ്യം ഓക്സലേറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. കാൽഷ്യം ഓക്സലേറ്റ് ആണ് എന്ത് അസിഡിക് യൂറിനിൽ വരിക. ഓക്കെ, which of the following methods is not used as a concentration method for parasitic in stool? സ്റ്റൂളില് പാരസൈറ്റിക് സ്റ്റൂൾ എക്സാമിനേഷനിൽ യൂസ് ചെയ്യാത്ത കോൺസെൻട്രേഷൻ ടെക്നിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഓപ്ഷൻ എ സിമ്പിൾ ഫ്ലോട്ടേഷൻ മെത്തേഡ്, ഓപ്ഷൻ ബി സിങ്ക് സൾഫേറ്റ് കോൺസെൻട്രേഷൻ മെത്തേഡ്, ഓപ്ഷൻ സി KOH കോൺസെൻട്രേഷൻ മെത്തേഡ്, ഓപ്ഷൻ ഡി ഫോർമൽ ഈതർ സെഡിമെന്റേഷൻ മെത്തേഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്
പാരസൈറ്റോളജിയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പാരസൈറ്റ്സിന്റെ സ്റ്റൂൾ കോൺസെൻട്രേഷൻ ടെക്നിക്സിൽ മെയിൻ ആയിട്ട് വരുന്ന സിമ്പിൾ ഫ്ലോട്ടേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സോൾട്ട് ഫ്ലോട്ടേഷൻ മെത്തേഡ്, സിങ്ക് സൾഫേറ്റ് കോൺസെൻട്രേഷൻ മെത്തേഡ്, ഷീത്തേഴ്സ് ഷുഗർ ഫ്ലോട്ടേഷൻ മെത്തേഡ്, ഫോർമൽ ഈതർ സെഡിമെന്റേഷൻ മെത്തേഡ്സ്. സെഡിമെന്റേഷൻ മെത്തേഡ്സിന്റെ പല ടൈപ്പിലുണ്ട്. അപ്പോൾ പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേഷൻ ടെക്നിക്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്, ഏതാണ് കൂടുതൽ പെടാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് യൂസ്ഡ് ആസ് ദ കോൺസെൻട്രേഷൻ മെത്തേഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. KOH method is the concentration method is not using for the concentration of parasites in stool. Next question, which is not true about tubercular meningitis. Tubercular meningitis ന് ശരിയല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ CSF pressure is increased, ഓപ്ഷൻ ബി low CSF sugar, ഓപ്ഷൻ സി does not show any coagulum, and ഓപ്ഷൻ ബി high CSF protein. നമ്മൾ മെനിഞ്ചൈറ്റിസ് CSF അനാലിസിസിൽ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ന്യൂട്രോഫിൽസിന്റെ അളവ് കൂടും, ഷുഗർ കുറയും, പ്രോട്ടീൻസ് കൂടും. അതേപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷൻസ് വൈറൽ മെനിഞ്ചൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ലിംഫോസൈറ്റ്സിന്റെ അളവായിരിക്കും കൂടും. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്, ട്യൂബർക്കുലർ മെനിഞ്ചൈറ്റിസ് ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എഫക്ട് ചെയ്യുന്ന മെനിഞ്ചൈറ്റിസിന്റെ കേസസിൽ എന്താണ് ഓപ്ഷൻ എ CSF pressure is increased, ഓപ്ഷൻ ബി low CSF sugar, ഓപ്ഷൻ സി does not show any coagulum, and high CSF protein. ഏതാണ് ശരിയല്ലാത്തതെന്ന് ചോദിച്ചിട്ടുള്ളത്. CSF pressure increased ശരിയാണ്. low CSF sugar CSF ഷുഗർ ലെവൽ കുറയും. അതേപോലെ തന്നെ എന്താണ് കൊയാഗുലം കോബ്വെബ് ഫോർമേഷൻ ഇൻ കേസ് ഓഫ് ട്യൂബർക്കുലർ മെനിഞ്ചൈറ്റിസ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കോബ്വെബ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കൊയാഗുലം ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് കൊയാഗുലം ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ട്യൂബർക്കുലർ മെനിഞ്ചൈറ്റിസ് ആണെന്ന് പറയാം. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ഡസ് നോട്ട് ഷോ എനി കൊയാഗുലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. അവിടെ എന്താണ് ശരിക്കും കൊയാഗുലം ഫോം ചെയ്യും ഇൻ കേസ് ഓഫ് ട്യൂബർക്കുലർ മെനിഞ്ചൈറ്റിസ്. So option C is the right answer. C is the right answer. Okay. ഇവിടെ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്, നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ സി ആയത്. Next question, what is the normal sperm count? Normal sperm count എത്രയാണ്? ഓപ്ഷൻ എ 200 to 300 million sperms per ml, ഓപ്ഷൻ ബി 150 to 200 million sperms per ml, ഓപ്ഷൻ സി 100 to 50 million sperm per ml, ഓപ്ഷൻ ഡി 60 to 150 sperms per ml. ഇവിടെ എന്താണ് ഓപ്ഷൻ ഡി is the right answer. 60 to 150 million sperms per ml. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. FFP is given to patients with option A thrombocytopenia, option B anemia, option C leukemia, and option D coagulation factor deficiency. Mainly നമ്മൾ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ FFP കൊടുക്കുന്നത് എന്താണ് coagulation factor deficiency ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് coagulation factor defects ഉള്ള ആളുകൾക്കാണ് നമ്മൾ FFP കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻ D is the right answer. Coagulation factor deficiency is the right answer. ഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് പോസിറ്റീവ് മീൻസ് കൂംസ് സെറം ഹാസ് ബൗണ്ട് ടു. അതായത് ഡയറക്റ്റ് കൂം ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എന്താണ് ഡിറ്റക്ട് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളെന്താണ് കൂംസ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് എന്താണ് ആന്റിബോഡീസ് ബൈൻഡ് ടു ദ RBC നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ആൻജൻസ് ഓൺ ദ RBC, ഓപ്ഷൻ ബി ആന്റിബോഡി കോട്ടഡ് ഓൺ RBC, ഓപ്ഷൻ സി ആന്റിബോഡി ഇൻ ദ പ്ലാസ്മ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ആന്റിബോഡി കോട്ടഡ് ഓൺ ദ RBCക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് കൂം ടെസ്റ്റ് ചെയ്യുന്നത്. JK stands for the blood group. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഡഫി, ഓപ്ഷൻ ബി ലൂത്രാൻ, ഓപ്ഷൻ സി കെൽ, ആൻഡ് ഓപ്ഷൻ ഡി കിഡ്. കിഡിനെയാണ് JK സ്റ്റാൻഡ് നമ്മൾ പറയുന്നത്. കിഡ് ബ്ലഡ് ഗ്രൂപ്പ് മൈനർ ബ്ലഡ് ഗ്രൂപ്പ് ആണ് കിഡ്. അപ്പൊ കിഡിനെ നമ്മൾ എന്താണ് JK എന്ന് പറയും. How many days blood can be stored with the CPDA? CPDA യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം ബ്ലഡ് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 45 days, ഓപ്ഷൻ ബി 21 days, ഓപ്ഷൻ സി 35 days, ഓപ്ഷൻ ഡി 7 days. ഇവിടെ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 35 days ആണത് CPDA യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെജോറിറ്റി ബ്ലഡ് ബാങ്കിലൊക്കെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എത്ര ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല CPDA. അപ്പോൾ 35 days ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. Which is not an acute transfusion reaction. Acute transfusion reaction ഏതാണ് അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അനാഫൈലാക്സിസ്, ഓപ്ഷൻ ബി അലർജിക് റിയാക്ഷൻസ്, ഓപ്ഷൻ സി ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ആൻഡ് ഓപ്ഷൻ ഡി അക്യൂട്ട് ഹെമോലൈറ്റിക് റിയാക്ഷൻസ്. ഇതിൽ നമുക്ക്
ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്നിരുന്നാലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അനാഫൈലാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടെന്നുള്ള സഡൻ അലർജിക് റിയാക്ഷന് പറയുന്ന പേര് തന്നെയാണ് അനാഫൈലാക്സിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അലർജിക് റിയാക്ഷൻസ് പെട്ടെന്ന് വരുന്ന, അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് വരുന്ന, ക്രോണിക് എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് കുറച്ച് ടൈം എടുത്തിട്ട് വരുന്നത്. അപ്പോൾ അക്യൂട്ടിലാണെങ്കിൽ എന്താണ് പെട്ടെന്ന് വരുന്നതാണ്. അപ്പൊ അനാഫൈലാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ അലർജിക് റിയാക്ഷൻസ് ആണ്. പിന്നെ അലർജിക് റിയാക്ഷൻസ് ആണെങ്കിൽ പോലും പെട്ടെന്ന് വരും. പിന്നെ ഉള്ളത് എന്താണ് അക്യൂട്ട് ഹിമോലൈറ്റിക് റിയാക്ഷൻസ്. അക്യൂട്ട് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്യൂട്ട് ഹിമോലൈറ്റിക് റിയാക്ഷൻസ് എന്നാണ് ഒരു അക്യൂട്ട് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആണ്. പക്ഷെ ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ഇപ്പോൾ ഒരു HIV ആണെങ്കിലും HBV ആണെങ്കിലും HCV ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടല്ലേ, കുറച്ച് ക്രോണിക് ആയിട്ടല്ലേ വരിക. പെട്ടെന്ന് തന്നെ നമുക്ക് അക്യൂട്ട് ആയിട്ട് അവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് കാണിക്കില്ല. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഇസ് ദ റൈറ്റ് ആൻസർ. And fixative for bloody specimen in the histopathology. Histopathology bloody specimen യൂസ് ചെയ്യുന്ന ബെസ്റ്റ് ഫിക്സേറ്റീവ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഹെലി സൊല്യൂഷൻ, ഓപ്ഷൻ ബി സെങ്ക സൊല്യൂഷൻ, ഓപ്ഷൻ സി ക്ലാസ് സൊല്യൂഷൻ ആൻഡ് ഓപ്ഷൻ ഡി ബോയിൻ സൊല്യൂഷൻസ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സെങ്ക സൊല്യൂഷൻ ആണ്, ഒരു മെർക്കുറി ക്ലോറൈഡ് കണ്ടെയ്നിങ് ഫിക്സേറ്റീവ് ആണ്, സൊല്യൂഷൻ ആണ്. അത് നമ്മൾ മെയിൻലി ബ്ലഡി സ്പെസിമെൻസിനെ ഫിക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്തു. The microtome with fixed block and moving knife. അതായത് ഫിക്സഡ് ബ്ലോക്കും മൂവിങ് നൈഫ് ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മൈക്രോടോംസിനെ നമ്മൾ റോട്ടറി മൈക്രോടോം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഈ റോട്ടറി മൈക്രോടോമിലൊക്കെ എന്താണ് നമ്മൾ ഈ ഒരു ഫിക്സഡ് നൈഫിലേക്ക് നമ്മൾ എന്താ ആ ബ്ലോക്കിനെ എങ്ങനെ നമ്മൾ താഴോട്ടും മുകളിലോട്ടും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടും ഹൊറിസോണ്ടലായിട്ട് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ഫിക്സഡ് നൈഫ് ആൻഡ് മൂവിങ് ബ്ലോക്ക് ആണ് അവിടെ വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഓപ്ഷൻസിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്ലൈഡി മൈക്രോട്ടോം, ഓപ്ഷൻ ബി റോട്ടറി മൈക്രോട്ടോം, ഓപ്ഷൻ സി റോക്കി മൈക്രോട്ടോം, ഓപ്ഷൻ ഡി ഫ്രീസി മൈക്രോട്ടോം. അപ്പൊ അതിൽ റോട്ടറി മൈക്രോട്ടോം ആണെങ്കിലും റോക്കി മൈക്രോട്ടോം ആണെങ്കിലും സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. പിന്നെ ഫ്രീസി മൈക്രോട്ടോം ആണെങ്കിലും നമ്മൾ ക്രയോസ്റ്റാറ്റിൽ നമ്മൾ ഇലക്ട്രോ മൈക്രോസ്കോപ്പി ഒക്കെ യൂസ് ചെയ്യുന്ന ഫ്രീസി മൈക്രോട്ടോം അതിലും ഇതുപോലെ തന്നെയാണ്, അതിന്റെ മോഡിഫിക്കേഷൻസിലാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് അവിടെയും എന്താണ് ഫിക്സഡ് നൈഫും മൂവിങ് ബ്ലോക്ക് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇൻ കേസ് ഓഫ് സ്ലൈഡി മൈക്രോട്ടോം എന്താണ് നമ്മൾ ഫിക്സഡ് ബ്ലോക്ക് ആൻഡ് മൂവിങ് നൈഫ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സ്ലൈഡി മൈക്രോട്ടോം ഇസ് ദ റൈറ്റ് ആൻസർ. എക്സാമ്പിൾ ഫോർ ആലം ഹെമറ്റോക്സിലിൻ. ആലം ഹെമറ്റോക്സിലിന്റെ കേസിൽ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഹെമറ്റോക്സിൻ ഓൾറെഡി ക്ലാസിഫിക്കേഷൻ ഉള്ളതല്ല, അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ വേഗട്ട് ഹെമറ്റോക്സിലിൻ, ഓപ്ഷൻ ബി ഹൈഡൻഹൈംസ് ഹെമറ്റോക്സിലിൻ, ഓപ്ഷൻ സി ലോയസ് ഹെമറ്റോക്സിലിൻ, ഓപ്ഷൻ ഡി ഏർലിസ് ഹെമറ്റോക്സിലിൻ. ഇവിടെ എന്താണ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഏർലിസ് ഹെമറ്റോക്സിലിൻ ഇസ് ദ റൈറ്റ് ആൻസർ. Pearl's Prussian blue reaction is used for demonstration of. Pearl's Prussian blue reaction എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത്, പേൾ സ്റ്റെയിനിങ് ഏതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ഫെറിക് അയോൺ, ഓപ്ഷൻ ബി മ്യൂസിൻ, ഓപ്ഷൻ സി ഗ്ലൈക്കോജൻ, ഓപ്ഷൻ ഡി ലാക്റ്റിൻ. ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഫെറിക് അയോൺസിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പേൾ സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which one of the following is not an example of vapor fixative? Vapor fixative example അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്, നോട്ട് ആൻ എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫോർമാലിഡിഹൈഡ്, ഓപ്ഷൻ ബി ഓസ്മിൻ ടെട്രോക്സൈഡ്, ഓപ്ഷൻ സി ഫോർമോൾ സലൈൻ, ഓപ്ഷൻ ഡി ഈഥൈൽ ആൽക്കഹോൾ. ഇവിടെ ഫോർമാലിഡിഹൈഡ് ഓസ്മിൻ ടെട്രോക്സൈഡ് ഒക്കെ വേപ്പർ ഫിക്സേറ്റീവ് ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഫോർമോൾ സലൈൻ ആണെന്ത് ഒരു നോൺ വേപ്പർ ഫിക്സേറ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റഡി ഓഫ് സെൽസ് ഷെഡ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ഈസ് കാൾഡ്. അതായത് സെൽസ് ഷെഡ് ചെയ്യുന്നത് അത്തരത്തിലുള്ള സൈറ്റോളജിക്ക് പറയുന്ന പേരാണെന്ത് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി എന്ന് പറയുന്നത്. അതായത് നമ്മളെന്താണ് ഷെഡ് ചെയ്യുന്ന സെൽസിനെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ എക്സാമിനേഷന് പറയുന്ന പേരാണത് എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഹോർമോണൽ സൈറ്റോളജി, ഓപ്ഷൻ ബി എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജി, ഓപ്ഷൻ സി ആസ്പിരേഷൻ സൈറ്റോളജി, ഓപ്ഷൻ ഡി അബ്രസീവ് സൈറ്റോളജി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. Collection of a fluid specimens in the medium that will preserve the morphology up to the time of slide preparation is called. ഇതിൽ up to the time of slide preparation എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ ഫിക്സേഷൻ, ഓപ്ഷൻ ബി ഫ്രീ ഫിക്സേഷൻ, ഓപ്ഷൻ സി ഡീഹൈഡ്രേഷൻ ആൻഡ് ഓപ്ഷൻ ഡി മൗണ്ടിങ്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്താണ് അപ് ടു ദ സ്ലൈഡ് പ്രിപ്പറേഷൻ. സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് വരെയുള്ള നമ്മൾ ഫിക്സ് ചെയ്യാനുള്ള സമയമാണ്, അല്ലാതെ എന്താണ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തല്ല ചോദിച്ചത്, അതിന് വരെയുള്ള സമയത്ത് അതിന് മുന്നേ വരെ നമുക്ക് എങ്ങനെ അതിനെ ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യാം എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. പ്രീ ഫിക്സേഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ideal fixative is used for the cell block preparation of fluid specimens. Fluid specimens യൂസ് ചെയ്യുന്ന ഐഡിയൽ ഫിക്സേറ്റീവ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫിക്സേറ്റീവ്, ഓപ്ഷൻ ബി കാർബോവാക്സ് ഫിക്സേറ്റീവ്, ഓപ്ഷൻ സി കാർനോയ്സ് ഫിക്സേറ്റീവ് ആൻഡ് ഓപ്ഷൻ ഡി ഡയഫിൻ ഫിക്സേറ്റീവ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അസിറ്റിക് ആസിഡ് ആൽക്കഹോൾ ഫോർമാലിൻ ഫിക്സേറ്റീവ് ആണ് ഐഡിയൽ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്.
And 24th question, the Fuelgen staining is using for the demonstration of option A DNA, option B fat, option C glycogen, option D iron. നമ്മൾ എന്താണ് Fuelgen staining mainly using for the demonstration of DNA ആണ്. So option A is the right answer. DNA is the right answer. 25th question, chemical used in cytology for mailing unstained smears. Unstained smears മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 50% ഇതൽ ആൽക്കഹോൾ, ഓപ്ഷൻ ബി ഇസ് ഗ്ലിസറിൻ, ഓപ്ഷൻ സി മ്യൂക്കോലക്സ് ആൻഡ് ഓപ്ഷൻ ഡി സാക്കോമോണസ് സൊല്യൂഷൻസ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഗ്ലിസറിൻ ആണ് എന്താണ് പ്രിസർവേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരിയോടൈപ്പ് ഓഫ് ടേണർ സിൻഡ്രോം. ടേണർ സിൻഡ്രോത്തിന്റെ കാരിയോടൈപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 45X, ഓപ്ഷൻ ബി 47XX, 46C, 47XXY, ഓപ്ഷൻ ഡി 48XXXX. ഓക്കെ, ടേണർ സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ്? ഒരു മോണോസോമിയാണ്, ഒരു എന്താണ്, ഒരു ക്രോമസോം കുറയുന്ന ഒരു കണ്ടീഷനാണ്. അതേപോലെ തന്നെ ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത് ട്രൈസോമിയാണ്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാരിയോസോം വൈസ് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ എന്താണ് കാരിയോടൈപ്പ് ഓഫ് ടേണർ സിൻഡ്രോം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 45X ഇസ് ദ റൈറ്റ് ആൻസർ. Missing of chromosomes from the normal complement is called. അതായത് മിസ്സിംഗ് ഓഫ് എ ക്രോമസോം, ആ ഒരു ഒറ്റ ക്രോമസോം മാത്രം മിസ്സിംഗ് ആണെങ്കിൽ അതിനെന്താ പറയാന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഡൈസോമി, ഓപ്ഷൻ ബി മോണോസോമി, ഓപ്ഷൻ സി ട്രൈസോമി, ഓപ്ഷൻ ഡി ടെട്രാസോമി. ഓൾറെഡി നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഡൈസോമി എന്ന് പറയുമ്പോൾ എന്താണ് 2 രണ്ട് ക്രോമസോംസ് പ്രശ്നം ആണെങ്കിലാണ്. മോണോസോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ക്രോമസോം, ട്രൈസോമി എന്ന് പറഞ്ഞാൽ 3 ക്രോമസോം, ആൻഡ് ടെട്രാസോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ക്രോമസോം. ഇവിടെ എന്താണ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. മോണോസോമി ഇസ് ദ റൈറ്റ് ആൻസർ. The fixative used in karyotyping. Karyotyping യൂസ് ചെയ്യുന്ന ബെസ്റ്റ് ഫിക്സേറ്റീവ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഈതർ ആൽക്കഹോൾ മിക്സ്ചർ, ഓപ്ഷൻ ബി എത്തനോൾ, ഓപ്ഷൻ സി മെത്തനോൾ, ഓപ്ഷൻ ഡി 3:1 റേഷ്യോ ഓഫ് മെത്തനോൾ ആൻഡ് ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ കാരിയോടൈപ്പിംഗ് യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് മെത്തനോളിന്റെയും ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡിന്റെയും മിക്സ്ചർ ആണ്. And chromosome in which centromere is located very near to the end of one end is called. അതായത് നിയർ ടു എൻഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മെറ്റാസെൻട്രിക്, ഓപ്ഷൻ ബി അക്രോസെൻട്രിക്, ഓപ്ഷൻ സി സബ് മെറ്റാസെൻട്രിക് ആൻഡ് ഓപ്ഷൻ ഡി ടീലോസെൻട്രിക്. മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ആയിരിക്കും എന്ത് സെൻട്രോമിയർ പ്രസന്റ് ആയിരിക്കുക. ഇതുപോലെ ഒരു ക്രോമസോം ആണെങ്കിൽ എന്താണ് സെൻട്രൽ ആയിരിക്കും സെൻട്രോമിയർ പ്രസന്റ് ആയിരിക്കുക. അക്രോസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു എൻഡിന് നിയർ ബൈ ആയിട്ട് കുറച്ചുകൂടി കംപ്ലീറ്റ്ലി എൻഡിലല്ല, പക്ഷെ എന്നിരുന്നാലും എന്താണ് ഒരു നിയർ ടു എൻഡ് ആണെങ്കിൽ എന്താണ് നമുക്ക് അതിനെ അക്രോസെൻട്രിക് എന്ന് പറയാം. ഇനി സബ് മെറ്റാസെൻട്രിക് ആണെങ്കിൽ എന്താണ് കുറച്ചും കൂടി സെൻട്രലും അല്ല, പക്ഷെ എന്നാലും നമുക്കൊരു ഒരു എൻഡിലല്ല എന്ന് പറയാം. അതായത് സബ് മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ആയിരിക്കും. സെൻട്രലല്ല, പക്ഷെ എന്തായിരുന്നാലും അത് എൻഡിലേക്കും പോയിട്ടില്ല. അതാണ് എന്ത് സബ് മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടീലോസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ എൻഡിലായിരിക്കും എന്ത് അതിന്റെ സെൻട്രോമിയർ പ്രസന്റ് ആയിരിക്കുക. അതാണ് അത് ടീലോസെൻട്രിക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് വെരി നിയർ ടു ദി വൺ എൻഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻഡിന് നിയർ ബൈ ആയിട്ടുള്ള സെൻട്രോമിയർ പ്രസന്റ് ആയിട്ടുള്ള സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അക്കോസെൻട്രിക് ആണ്. ഇതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നിന്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ. മെറ്റാസെൻട്രിക്, അക്കോസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക് ആൻഡ് ടീലോസെൻട്രിക്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ബാൻഡിങ് ടെക്നിക് യൂസിംഗ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് വൈ ക്രോമസോംസ്. വൈ ക്രോമസോംസിന്റെ യൂസ് ചെയ്യുന്ന ബാൻഡിങ് ടെക്നിക് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ക്യൂ ബാൻഡിങ്, ഓപ്ഷൻ ബി ജി ബാൻഡിങ്, ഓപ്ഷൻ സി ആർ ബാൻഡിങ്, ഓപ്ഷൻ ഡി സി ബാൻഡിങ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്യൂ ബാൻഡിങ് ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത 31st ക്വസ്റ്റ്യൻ മൈക്രോബയോളജി നിന്നുള്ളതാണ്. ദ ഫസ്റ്റ് വാക്സിൻ ഡെവലപ്ഡ്. ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത പാത്തോളജി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി മൈക്രോബയോളജി ക്വസ്റ്റ്യൻസ് ആണ്. ദ ഫസ്റ്റ് വാക്സിൻ ഡെവലപ്ഡ് ഫ്രം റാബിറ്റ് സ്പൈനൽ കോഡ് സസ്പെൻഷൻ അഗേൻസ്റ്റ് റാബീസ് വാസ് ബൈ. അതായത് റാബീസ് വാക്സിൻ ഫസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എഡ്വേർഡ് ജെന്നർ, ഓപ്ഷൻ ബി റോബർട്ട് കോച്ച്, ഓപ്ഷൻ സി ലൂയിസ് പാസ്റ്റർ, ഓപ്ഷൻ ഡി റോസ് ആൻഡ് എർസ്റ്റീൻ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ലൂയിസ് പാസ്റ്റർ ആണ് ആദ്യമായിട്ട് റാബീസ് വാക്സിൻ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ലൂയിസ് പാസ്റ്റർ ഇസ് ദ റൈറ്റ് ആൻസർ.
The part of compound microscope that regulates the amount of light to view the object clearly is. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ അതിന്റെ എമൗണ്ട് ഓഫ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ വ്യൂ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കണ്ടൻസർ, ഓപ്ഷൻ ബി പ്ലാനോ കോൺകേവ് മിറർ, ഓപ്ഷൻ സി ഐറിസ് ഡയഫ്രം ആൻഡ് ഓപ്ഷൻ ഡി ഐറിസ് ഡയഫ്രം. സോറി, രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ് ഐറിസ് ഡയഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിവർ ഉള്ള ഒരു പാർട്ട് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് എന്താണ് ലൈറ്റ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് പാസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ലൈറ്റിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ടാണ് എന്ത് നമ്മളവിടെ മൈക്രോസ്കോപ്പിൽ നമ്മളെന്താണ് ആ ഒരു ലൈറ്റ് എമൗണ്ടിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാർട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആൻഡ് ഡി ആണ് റൈറ്റ് ആൻസർ. ഐറിസ് ഡയഫ്രം ഇസ് ദ റൈറ്റ് ആൻസർ. രണ്ട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, ചെറിയ മിസ്റ്റേക്ക് ആണ്. കൾച്ചർ മീഡിയം കണ്ടെയ്നിങ് heat labile ingredients like Lawrence Johnson medium can be sterilized by. Sterilization നമ്മൾ പറഞ്ഞ കാര്യമാണ്. LJ media preparation വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ടെക്നിക് ആണെന്നാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ മെമ്പറൈൻ ഫിൽട്രേഷൻ ടെക്നിക്, ഓപ്ഷൻ ബി ടിൻഡലൈസേഷൻ, ഓപ്ഷൻ സി ഓട്ടോക്ലേവിംഗ്, ഓപ്ഷൻ ഡി ഇൻസ്പിസേഷൻ. LJ മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു എഗ് ബേസ്ഡ് മീഡിയ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് അവിടെ ഇൻസ്പിസേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസ്പിസേറ്റർ വെച്ചിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്. ഇൻസ്പിസേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സക്സസീവ് ഡേയ്സിൽ 80 to 85 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്താണ് സ്റ്റെറിലൈസ് ഹീറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇൻസ്പിസേഷൻ എന്ന് പറയുന്നത്. അതിൽ പറയുന്ന മറ്റൊരു പേരാണ് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇൻസ്പിസേഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. കാരി ബ്ലെയർ മീഡിയം ഈസ് ദ എക്സാമ്പിൾ ഫോർ. ഓപ്ഷൻ എ എൻറിച്ച്മെന്റ് മീഡിയ, ഓപ്ഷൻ ബി ട്രാൻസ്പോർട്ട് മീഡിയ, ഓപ്ഷൻ സി സെലക്റ്റീവ് മീഡിയ, ഓപ്ഷൻ ഡി ഇൻഡിക്കേറ്റർ മീഡിയ. കാരി ബ്ലെയർ മീഡിയ എന്ത് മീഡിയ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മീഡിയയുടെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഓരോന്നിന് എക്സാമ്പിൾസ് എൻറിച്ച്മെന്റ്, എൻറിച്ച്ഡ് മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ, സെലക്റ്റീവ് മീഡിയ, ഇൻഡിക്കേറ്റർ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ, എനറോബിക് മീഡിയ ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ട്രാൻസ്പോർട്ട് മീഡിയ ആണ് കാരി ബ്ലെയർ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, കാരി ബ്ലെയർ മീഡിയ നമ്മൾ മെയിൻലി ഫീസസിന്റെ ട്രാൻസ്പോർട്ടേഷനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഷിഗല്ല, സാൽമണല്ല അങ്ങനത്തെ കേസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള ട്രാൻസ്പോർട്ട് മീഡിയയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമീസ് ട്രാൻസ്പോർട്ട് മീഡിയ, അതേപോലെ തന്നെ വെങ്കിട്ടരാമൻ രാമകൃഷ്ണ മീഡിയ അങ്ങനെയുള്ള ഒരുപാട് മീഡിയയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ട്രാൻസ്പോർട്ട് മീഡിയ ഇസ് ദ റൈറ്റ് ആൻസർ. And 35th question, as per Biomedical Waste Management Act 2016, the contaminated material, lab specimen, culture media and etc. come under which of the category? ഏത് കാറ്റഗറിയിലാണ് കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് കൾച്ചർ മീഡിയ ഒക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ക്വസ്റ്റൻസിൽ പറഞ്ഞിട്ടുണ്ട് 2016 നമ്മൾ 2016 ആക്ട് ആണ് നമ്മളിപ്പോൾ കറന്റ് ഫോളോ ചെയ്യുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോട്ടോകോളിൽ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ 2016 പ്രകാരം ഏതാണ് നമ്മൾ ഏത് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ കേസ് ഓഫ് കൾച്ചർ മീഡിയ ആൻഡ് ലാബ് സ്പെസിമെൻസ് ആൻഡ് കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ യെല്ലോ, ഓപ്ഷൻ ബി വൈറ്റ്, ഓപ്ഷൻ സി ബ്ലൂ ആൻഡ് ഓപ്ഷൻ ഡി റെഡ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. യെല്ലോ ബാഗ് ഇസ് ദ റൈറ്റ് ആൻസർ. And 36th question, sample containing infectious agents like LCM virus. LCM virus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്യൂസ് മൊസൈക്ക് വൈറസ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ HIV virus etc. is to be handled in which level of biosafety cabinet? അപ്പോൾ ഏത് ബയോസേഫ്റ്റി ക്യാബിനറ്റിലാണ് HIV പോലെയുള്ള വൈറസുകളൊക്കെ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബയോസേഫ്റ്റി level 1, option B containment biosafety level 3, option C maximum containment biosafety level 4 and option D none of the above. നമ്മൾ അതിന്റെ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ബയോസേഫ്റ്റി ലെവൽ 3ലാണ് യൂസ് ചെയ്യുക. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഫൈലേറിയൽ വേംസ് ആർ ക്ലാസിഫൈഡ് ആണ്. ഫൈലേറിയൽ വേംസ് എന്ന് പറയുന്നത് ഹെൽമിന്ത് ആണ്. പാരസിറ്റോളജിയിൽ ഹെൽമിന്ത് ആണ്. ഹെൽമിന്തിന്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മെയിൻലി സിസ്റ്റോഡ്, ട്രമറ്റോഡ്, നെമറ്റോഡ് അങ്ങനെയായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. അതിൽ തന്നെ എന്താണ് നെമറ്റോഡിൽ തന്നെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ നെമറ്റോഡ്സ് ആൻഡ് ടിഷ്യൂ നെമറ്റോഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ടിഷ്യൂ നെമറ്റോഡ്സിൽ പെട്ടതാണ് ഫൈലേറിയൽ വേംസ്. ഫൈലേറിയൽ വേംസ് തന്നെ മുച്ചിലേരിയ, ബാങ്ക്രോഫ്റ്റി, ബ്രൂഗിയ, മലായി, ലോലോ, ഓങ്കസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഓപ്ഷൻ എ ടിഷ്യൂ നെമറ്റോഡ്സ്, ഓപ്ഷൻ ബി ടിഷ്യൂ സിസ്റ്റോഡ്, ഓപ്ഷൻ സി ടിഷ്യൂ ട്രമറ്റോഡ്, ഓപ്ഷൻ ഡി ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രമറ്റോഡ്സ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ടിഷ്യൂ നെമറ്റോഡ് ഇസ് ദ റൈറ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ഫോർ ടോക്സോപ്ലാസ്മ ഗോണ്ടിയെ, പ്രോട്ടോസോവൻ പാരസിറ്റ്. ടോക്സോപ്ലാസ്മ ഗോണ്ടിയുടെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഡൊമസ്റ്റിക് കാറ്റ്സ്, ഓപ്ഷൻ ബി റോഡൻസ്, ഓപ്ഷൻ സി monkeys and option D sandfly. Option A is the right answer. Cats are the right answer. For visceral leishmaniasis, best sample suitable for diagnosis. Option A, visceral leishmaniasis ന്റെ കേസിൽ ബെസ്റ്റ് സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബ്ലഡ് സാമ്പിൾ കളക്ഷൻ അറ്റ് നൈറ്റ്. ഓപ്ഷൻ ബി stool specimens. ഓപ്ഷൻ സി sputum for 3 consecutive days. ഓപ്ഷൻ ഡി ബോൺ മാരോ ബയോപ്സി. ഇവിടെ എന്താണ് ബോൺ മാരോ ബയോപ്സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി is the right answer.
Multiple ring forms in RBC are common characteristics of which plasmodia causing human malaria? മലേറിയയുടെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് മൾട്ടിപ്പിൾ ഫോംസ്, അതേപോലെ തന്നെ അക്കോളി ഫോംസ്, പിന്നെ ഹെഡ്ഫോൺ ഷേപ്ഡ് റിംഗ് ഫോംസ് ഒക്കെ കാണിക്കുന്നത്, ഡബിൾ ഡോട്ട് റിംഗ് ഫോംസ് ഒക്കെ കാണിക്കുന്നത് ആർക്കാണ്? പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിന്റെ കേസിലാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ പ്ലാസ്മോഡിയം വൈവാക്സ്, ഓപ്ഷൻ ബി പ്ലാസ്മോഡിയം ഒബാലെ, ഓപ്ഷൻ സി പ്ലാസ്മോഡിയം മലേറിയ, ഓപ്ഷൻ ഡി പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഫാൽസിപാരം ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അക്കോളി ഫോംസ്, മൾട്ടിപ്പിൾ റിംഗ് ഫോംസ്, ഡബിൾ ഡ്രോട്ട് റിംഗ് ഫോംസ് ഒക്കെ കാണിക്കുന്നത് ഫാൽസിപാരത്തിന്റെ കേസിലാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. The most suitable concentration method for stool examination to detect the Helminth X and protozoan cyst. Helminth X-നെയും protozoan cyst-നെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബെസ്റ്റ് മെത്തേഡ് അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സാച്ചുറേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ, ഓപ്ഷൻ ബി സിങ്ക് സൾഫേറ്റ് ഫ്ലോട്ടേഷൻ ടെക്നിക്, ഓപ്ഷൻ സി ഫോർമോൾ ഈതർ സെഡിമെന്റേഷൻ ടെക്നിക്, ആൻഡ് ഓപ്ഷൻ ഡി ബിയർമൈൻ കോൺസെൻട്രേഷൻ ടെക്നിക്സ്. നമ്മൾ ഓരോ കോൺസെൻട്രേഷൻ ടെക്നിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഫോർമോൾ ഈതർ സെഡിമെന്റേഷൻ ടെക്നിക് ആണ് ബെസ്റ്റ് മെത്തേഡ് ഫോർ ബോത്ത് ഹെൽമിന്തിക് എക്സ് ആൻഡ് പ്രോട്ടോസോവൻ സിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഫോർമൽ ഈതർ സെഡിമെന്റേഷൻ ടെക്നിക്. Of all the Romanowski scan used for the detection of malarial parasite, which is considered as the gold standard staining method as per the WHO for detection of malarial parasite? As per WHO, malarial parasite detection use ചെയ്യുന്ന staining technique ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ജീംസ, ഓപ്ഷൻ ബി ലീഷ്മാൻ, ഓപ്ഷൻ സി ഫീൽഡ് സ്റ്റെയിൻ, ഓപ്ഷൻ ഡി മെത്തിലൈൻ ബ്ലൂ സ്റ്റെയിൻ. ഇവിടെ ഓപ്ഷൻ ജീംസ സ്റ്റെയിൻ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. WHO റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത് ജീംസ സ്റ്റെയിൻ ആണ്. Which among the following is not a method to test the efficiency of a disinfectant? എന്താണ് ഡിസിൻഫെക്റ്റന്റ് എഫിഷ്യൻസി ടെസ്റ്റ് അല്ലാത്ത ഏതാണ് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ ഓപ്ഷൻ എ ട്രൈഫിനൈൽ ടെട്രാസോഡിയം ക്ലോറൈഡ് ടെസ്റ്റ്, ഓപ്ഷൻ ബി റീഡിയൽ വാൾക്കർ ടെസ്റ്റ്, ഓപ്ഷൻ സി ചിക് മാർട്ടിൻ ടെസ്റ്റ്, ആൻഡ് ഓപ്ഷൻ ഡി കെൽസിയസ് ടെസ്റ്റ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ട്രൈഫിനൈൽ ടെട്രാസോഡിയം ക്ലോറൈഡ് മാത്രമാണ് ഇതിൽ ഡിസിൻഫെക്റ്റന്റ് ടെസ്റ്റ് അല്ലാത്തത്. ബാക്കിയുള്ള മൂന്ന് എന്താണ് ഡിസിൻഫെക്റ്റന്റ് ടെസ്റ്റുകളാണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 44th question, biological sterilization control of autoclave. Autoclaveന്റെ biological sterilization control ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ spores of Clostridium tetani, ഓപ്ഷൻ ബി spores of Bacillus subtilis, ഓപ്ഷൻ സി spores of Bacillus pumilus, ഓപ്ഷൻ ഡി spores of Geobacillus stereothermophilus. ഓപ്ഷൻ ഡി is the right answer. spores of Geobacillus stereothermophilus അല്ലെങ്കിൽ Bacillus stereothermophilus എന്ന് നമുക്ക് പറയാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. Which of the following statement is true about the stationary phase of bacterial growth curve? നമുക്കറിയാം ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഫസ്റ്റ് ഒരു ലാഗ് ഫേസ് ഉണ്ടാവും, അതിനുശേഷം എന്താണ് ഒരു ലോഗ് ഫേസ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ് ഉണ്ടാവും, അതിനുശേഷം എന്താണ് ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടാവും, പിന്നെ ഒരു ഡെക്ലൈൻ ഫേസ് ഉണ്ടാവും. ഓക്കെ, ലാഗ് ഫേസ് ഒരു ലാഗ് ഫേസ് ഉണ്ടാവും, ഒരു എക്സ്പോണൻഷ്യൽ ഫേസ് ഉണ്ടാവും, ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടാവും, പിന്നെ ഒരു ഡിക്ലൈൻ ഫേസ് ഉണ്ടാവും. അങ്ങനെ 4 ഫേസ് ആയിട്ടാണ് നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ചോദിച്ചിട്ടുള്ള എന്താണ് സ്റ്റേഷനറി ഫേസിന് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് cells start dividing and their number increases exponentially. Option 2, statement 2, accumulation of toxic products. Option 3, equilibrium exists between dying and newly formed cells. Statement 4, increase in the size of cells and no increase in the number. നമുക്ക് എന്താണ് 2 സ്റ്റേറ്റ്മെന്റ് പറയാം. അതായത് എന്താണ് അവിടെ ടോക്സിക് പ്രൊഡക്ട്സ് അക്യുമുലേറ്റ് ചെയ്തത് കാരണം കൊണ്ട് എന്താണ് അവിടെ എന്താണ് നമുക്ക് അവിടെ ഇൻഹിബിഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് എല്ലാ സെല്ലുകളും അതുപോലെ എക്സ്പോണൻഷ്യലി ഗ്രോത്ത് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് കറക്റ്റ് ആണ്. പിന്നെ അതുപോലെ സെൽസ് സ്റ്റാർട്ട് ഡിവൈഡിങ് ഇൻ ദർ നമ്പർ ഇൻക്രീസ് എക്സ്പോണൻഷ്യലി, നമ്മൾ എക്സ്പോണൻഷ്യൽ ഫേസിൽ പറയുന്ന കാര്യമാണ്, അപ്പോൾ അത് തെറ്റാണ്. പിന്നെ പറയുന്നത് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഡൈയിങ് ആൻഡ് ന്യൂലി ഫോംഡ് സെൽസ്. ന്യൂലി ഫോമിംഗ് സെൽസും ഡൈയിങ് ആയുള്ള സെൽസുകൾ തമ്മിൽ എന്താണ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കാരണമാണ് അവിടെ സ്റ്റേഷനറി ഫേസ് ഒരു എന്താണ് ഒരു കോൺസ്റ്റന്റ് ഫേസ് ആയിട്ട് മാറുന്നത്. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 3 എന്താണ് ശരിയാണ്. ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് സെൽസ് ആൻഡ് നോ ഇൻക്രീസ് ഇൻ ദ നമ്പർ. അവിടെ എന്താണ് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് ശരിക്കും നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത്, പക്ഷെ അതിനനുസരിച്ചിട്ട് എന്താണ് അവിടെ ആ ഒരു
ടോക്സിക് പ്രൊഡക്ട്സ് വരുന്നത് കാരണം എന്താണ് ഡൈയിങ്ങും സംഭവിക്കുന്നുണ്ട്. അത് കാരണമാണ് ഇവിടെ സ്റ്റേഷനറി ഫേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഓപ്ഷൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻ 2ഉം 3ഉം ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 3, 4, ഓപ്ഷൻ ബി 2, 3, 4, ഓപ്ഷൻ സി 2 and 3, ഓപ്ഷൻ ഡി 3 and 4. Option C is the right answer. 2 and 3 statement are correct. So option C is the right answer. Which among the following is not a standard strains used for the checking the potency of antibiotic risk periodically? അതായത് നമ്മൾ ആന്റിബയോട്ടിക് സസെപ്റ്റിബിലിറ്റി ടെസ്റ്റിംഗ് ABST ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ കൺട്രോൾസ് യൂസ് ചെയ്യും. ആന്റിബയോട്ടിക് സസെപ്റ്റിബിലിറ്റി ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അതിന്റെ ക്വാളിറ്റി കൺട്രോൾസ് യൂസ് ചെയ്യും. ക്വാളിറ്റി കൺട്രോൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മെയിൻലി ATCC സ്ട്രെയിൻസ് ആണ്. അപ്പോൾ ഈ ATCC സ്ട്രെയിൻസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ ABST കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെഫിലോക്കോക്കസ് ഓറിയസ് ATCC 25923 ആണ് യൂസ് ചെയ്യുന്നത്. മറ്റുള്ള GNB കാണുന്നുണ്ടെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കാണുന്നുണ്ടെങ്കിൽ ഈക്കോളി ATCC 25922 ആണ് യൂസ് ചെയ്യുന്നത്. സ്യൂഡോമോണസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സ്യൂഡോമോണസ് എയറോജിനസ് ATCC 27853 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്, ഏതാണ് യൂസ് ചെയ്യാത്തത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ സ്റ്റാഫോറിയസിന്റെ ATCC, ഓപ്ഷൻ ബി എൻട്രോകോക്കസ് ഫീഷ്യത്തിന്റെ ATCC ആണ് പറഞ്ഞിട്ടുള്ളത്, ഓപ്ഷൻ സി ഈക്കോളി ATCC, ഓപ്ഷൻ ഡി സ്യൂഡോമോണസ് ATCC. ഇവിടെ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. എൻട്രോകോക്കസ് ഫീഷ്യത്തിന്റെ ATCC 31426 അല്ല നമ്മൾ എന്താണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്സിഡേസ് റിയേജന്റ് നമുക്കറിയാം. ഓക്സിഡേസ് ടെസ്റ്റ് നമ്മളെന്താണ് മെയിൻലി നമ്മൾ പോസിറ്റീവ് കൺട്രോൾ ആയിട്ട് പറയുന്നത് സ്യൂഡോമോണസ് എയറോജിനോസ്. അപ്പോൾ അതിൽ ഓക്സിഡേസ് ടെസ്റ്റിന്റെ റിയേജന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ്, ഓപ്ഷൻ ബി ടെട്രാമീഥൈൽ പാരാഫിനൈൽ ഡയമീനോ ഡൈഹൈഡ്രോക്ലോറൈഡ്, ഓപ്ഷൻ സി ഫിനൈൽ അലനിൻ, ഓപ്ഷൻ ഡി ഓർത്തോനൈട്രോഫിനൈൽ ബീറ്റാ ഡി ഗാലക്ടോ പാരനോസൈഡ്. എന്താണ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ടെട്രാമീഥൈൽ പാരാഫിനൈലിൻ ഡയമീനോ ഡൈഹൈഡ്രോക്ലോറൈഡ് ആണ് ഓക്സിഡേസ് റിയേജന്റ് എന്ന് പറയുന്നത്. പാരാഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ് എന്താണ് ഇൻഡോൾ റിയേജന്റ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്സിഡേസ് റിയേജന്റ് ഇസ് ബി. Which among the following is not a semi-quantitative method of urine culture? താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് സെമി ക്വാണ്ടിറ്റി മെത്തേഡ് അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂറിൻ കൾച്ചറിന്റെ സെമി ക്വാണ്ടിറ്റി മെത്തേഡ് അല്ലാത്ത ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫിൽറ്റർ പേപ്പർ മെത്തേഡ്, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ് ലൂപ്പ് മെത്തേഡ്, ഓപ്ഷൻ സി റാൻഡ് ഷെഫേർഡ് മെത്തേഡ്, ഓപ്ഷൻ ഡി ഡിപ്പ് സ്ലൈഡ് മെത്തേഡ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. റാൻഡ് ഷെഫേർഡ് മെത്തേഡ് ആണത് സെമി ക്വാണ്ടിറ്റി മെത്തേഡ് അല്ലാത്തത്. റാൻഡ് ഷെഫേർഡ് മെത്തേഡ് വേണ്ടി നമ്മൾ WBC ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ എന്താണ് അത്ര സെൽസ് ഡിറ്റർമിനേഷൻ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ബാക്കിയുള്ള എന്താണ് നമുക്ക് സെമി ക്വാണ്ടിറ്റി മെത്തേഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഫിൽറ്റർ പേപ്പർ മെത്തേഡ് ആണെങ്കിലും സ്റ്റാൻഡേർഡ് ലൂപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് 1 മൈക്രോമീറ്റർ കാലിബ്രേറ്റർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ T-സ്ട്രീക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിൽ 100 കോളനീസ് ഉണ്ടോ എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് സിഗ്നിഫിക്കന്റ് ബാക്ടീരിയ ആണോ എന്നുള്ളത് നോക്കും. മോർ ദാൻ 10⁵ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് സിഗ്നിഫിക്കന്റ് ബാക്ടീരിയ ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കും. അതേപോലെ ഡിപ്പ് സ്ലൈഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു റെഡിമെയ്ഡ് ഒരു സ്ലൈഡ് പോലെയുള്ള അതിന്റെ ഒരു സൈഡിൽ ഒരു മീഡിയ ഉണ്ടാവും. ആ മീഡിയ നമ്മൾ എന്ത് ചെയ്യുന്നു 1 ml യൂറിയയിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ ഗ്രോത്ത് എന്നിട്ട് അതിന്റെ ഗ്രോത്ത് കൗണ്ട് ചെയ്ത് നോക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതും ഡിപ്പ് സ്ലൈഡ് മെത്തേഡും ഒരു സെമി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് തന്നെയാണ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. റാൻഡ് ഷെഫേർഡ് മെത്തേഡ് ഇസ് ദ റൈറ്റ് ആൻസർ. pH ഓഫ് ദ സാബ്രോഡെസ്ട്രോസഗാർ SDAയുടെ pH എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം SDA ഒരു എന്താണ് നോർമൽ SDA എന്ന് പറയുന്നത് മോഡിഫൈഡ് അല്ലാതെ നോർമൽ SDA എന്ന് പറയുന്നത് എന്താണ് ആസിഡിക് മീഡിയ ആയിരിക്കും. ആസിഡിക് pH ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ 4.4, ഓപ്ഷൻ ബി 5.6, ഓപ്ഷൻ സി 8.6, ഓപ്ഷൻ ഡി 10.5. എന്താണ് 5.6 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അത് ന്യൂട്രൽ SDA ആണെന്നാണ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ന്യൂട്രൽ റേഞ്ച് ആയിരിക്കും 7.2 റേഞ്ച് ആയിരിക്കും ഉണ്ടാവുക ന്യൂട്രൽ SDA ആണെന്നുണ്ടെങ്കിൽ. ഇവിടെ pH ഓഫ് ന്യൂട്രൽ SDA ആണെന്നുണ്ടെങ്കിൽ എന്താണ് 7 അടുത്തുള്ള 7.2 ആയിരിക്കും pH വരിക. ഇവിടെ എന്താണ് നോർമൽ SDA ആയത് കാരണം 5.6 ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. SDAയുടെ MNs മോഡിഫിക്കേഷനും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ദ ഡൈമോർഫി ഫംഗൈ? താഴെ കൊടുത്തതിന് ഏതാണ് ഡൈമോർഫി ഫംഗൈ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പെൻസിലിയം മാർണഫി, ഓപ്ഷൻ ബി Aspergillus fumigatus, option C Aspergillus flavus, and option D Cryptococcus neoformis. Option C, option A Penicillium marnafi is the right answer. Which of the following is the true regarding the sites of fungal infections? Fungal infections site in the basis we classify superficial mycosis, subcutaneous mycosis, systemic mycosis, deep mycosis. Discuss opportunity mycosis classify. Option A systemic mycosis is dermatophytosis, option B superficial mycosis, porotrichosis, option C subcutaneous mycosis, chromoblastomycosis, option D deep mycosis, rhinosporidiosis. Option C is the right answer. Subcutaneous mycosis ആണ് the chromoblastomycosis. So option C is the right answer. Which of the following is not a semi-quantitative method of urine culture? താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് ഡയമോർഫി ഫംഗൈ? താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് ഡയമോർഫി ഫംഗൈ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പെൻസിലിയം മാർണഫി, ഓപ്ഷൻ ബി Aspergillus fumigatus, ഓപ്ഷൻ സി Aspergillus flavus, ഓപ്ഷൻ ഡി Cryptococcus neoformis. ഇവിടെ എന്താണ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് ആണ് the chromoblastomycosis എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ റിഗാർഡിംഗ് കാൻഡിഡ കാൻഡിഡയുടെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇറ്റ് പ്രൊഡ്യൂസ് ഇൻഫെക്ഷൻസ് ഓഫ് സ്കിൻ ആൻഡ് മ്യൂക്കോസ ആൻഡ് ഇറ്റ് വിൽ നെവർ എഫക്ട് ദ ഇന്റേണൽ ഓർഗൻസ്. തെറ്റാണ്, കാരണം എന്താണ്, ഇന്റേണൽ ഓർഗൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് തെറ്റാണ്. ഓപ്ഷൻ ബി കാൻഡിഡ ട്രോപ്പിക്കാലിസ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ദർ എബിലിറ്റി ടു ഫോം ജേം ട്യൂബ്. കാൻഡിഡ ട്രോപ്പിക്കാലിസ് എന്താണ് ജേം ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, കാൻഡിഡ ആൽബിക്കൻസ് ആണ് എന്ത് ജേം ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. Candida is the only pathogen yeast that cause infection in a human being. Candida മാത്രമാണ് ഒരു pathogenic yeast എന്നാണ് പറയുന്നത്. Cryptococcus എന്നാണ് ഒരു another pathogenic yeast തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ സിയും തെറ്റാണ്. ഓപ്ഷൻ ഡി Candida albicans forms chlamydospores on corn meal agar culture at 20 degrees Celsius. 20 degrees Celsius അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ എന്താണ് corn meal agarൽ chlamydospore Candida albicans ഫോം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് ഡാൽമപ്ലേ ടെക്നിക്കിൽ എന്താണ് Candida albicans chlamydospore ഫോം ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി is the right answer. Mucormycosis is caused by all the following except. Mucormycosis ഏതാണ് കോസ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പകരം മ്യൂക്കർമൈക്കോസിസ് എന്ന് പറയുന്നത് എന്താണ് മ്യൂക്കർമൈസിസ് ഫാമിലിയിൽ സൈഗോമൈസിസ് ഫാമിലിയിൽ പെട്ടുള്ള ഫംഗസുകളാണ് എന്ത് കോസ് ചെയ്യുന്നത്. അതിൽ പെട്ടുള്ളതാണ് മ്യൂക്കർ, റൈസോപ്പസ്, അബ്സീഡിയ ഒക്കെ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അബ്സീഡിയ, ഓപ്ഷൻ ബി റൈസോപ്പസ്, ഓപ്ഷൻ സി മ്യൂക്കർ, ഓപ്ഷൻ ഡി എക്സോഫിയാല. എക്സോഫിയാല എന്ന് പറയുന്നത് ഒരു ഫയോയിഡ് ഫംഗയാണ്. അപ്പോൾ എക്സോഫിയാല ഇസ് ദ റൈറ്റ് ആൻസർ. എക്സോഫിയാല ആണ് മ്യൂക്കർമൈക്കോസിസ് കോസ് ചെയ്യാത്തത്. Which of the following is true about Cryptococcus? Cryptococcusന് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് കാപ്സുലർ ആൻജൻ ക്യാൻ ബി ഡൺ ബൈ ലാറ്റസ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ആർത്രോസ്പോർസ്. ആർത്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്സിഡിയോയിഡ്സിനൊക്കെയാണ് ആർത്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 3 ഇറ്റ് കനോട്ട് ബി ഗ്രോൺ ഓൺ സബ്രോഡെസ്ട്രോസഗാർ. സബ്രോഡെസ്ഡിയയിൽ ഗ്രോത്ത് തരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എസ്ഡിയയിൽ ഗ്രോത്ത് തരുന്നതാണ് ക്രിപ്റ്റോക്കസ്. സ്റ്റേറ്റ്മെന്റ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസ് ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻ ഇൻ ദ എയ്ഡ്സ് പേഷ്യൻസ്. എയ്ഡ്സ് പേഷ്യൻസിൽ ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ക്രിപ്റ്റോക്കസിസ് ഓപ്പർച്യൂണിറ്റിക് മൈക്കോസിസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അവിടെ എയ്ഡ്സ് പേഷ്യൻസിൽ ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻസ് തരുന്നുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 2ഉം 4 ആണെന്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 1ഉം 4 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ 1ഉം 4. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 1 and 4th സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സോ ഓക്കെ, മനസ്സിലായില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത വിച്ച് among the following is not a continuous cell line? കണ്ടിന്യൂസ് സെൽ ലൈൻ അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചു. ഓപ്ഷൻ എ BHK21, ഓപ്ഷൻ ബി RK13, ഓപ്ഷൻ സി WI38 ആൻഡ് ഓപ്ഷൻ ഡി A549. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. WI38 ആണ് അത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് സെൽ ലൈൻ അല്ലാത്തത്, അത് സെക്കൻഡറി സെൽ കൾച്ചർ ആണ്. The cytopathic effect produced by measles virus infections. Measles virus infections in the cytopathic effect, CP effect ഏതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ syncytial formations, ഓപ്ഷൻ ബി cystoplasmic evacuation, ഓപ്ഷൻ സി discrete fecal degeneration and ഓപ്ഷൻ ഡി crenation and degeneration of the cells. ഇവിടെ ഓപ്ഷൻ എ is the right answer. syncytial formation. RSV വൈറസിന് അതുപോലെ തന്നെ മെസിൽസ് വൈറസിനൊക്കെ എന്താണ് CP എഫക്ട് അല്ലെങ്കിൽ സൈറ്റോപാത്തിക് എഫക്ട് എന്ന് പറയുന്നത് syncytial formation ആണ്. സോ ഓപ്ഷൻ എ is the right answer. Which among the following regarding the shape of virus is correctly matched? അതിന്റെ ഷേപ്പും വൈറസും തമ്മിൽ കറക്റ്റ്ലി മാച്ച് ആയതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എബോള വൈറസ് ഇസ് റോഡ് ഷേപ്പ്, ഓപ്ഷൻ ബി ടൊബാക്കോ മൊസൈക് വൈറസ് ഇസ് ബ്രിക് ഷേപ്ഡ്, ഓപ്ഷൻ സി പോക്സ് വൈറസ് ഇസ് ഫിലമെന്റസ്, ഓപ്ഷൻ ഡി റാബിസ് വൈറസ് ഇസ് ദ ബുള്ളറ്റ് ഷേപ്പ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. റാബിസ് വൈറസ് ഇസ് ദ ബുള്ളറ്റ് ഷേപ്പ് ഇസ് ദ റൈറ്റ് ആൻസർ. ബാക്കിയുള്ളതൊക്കെ എന്താണ് തെറ്റാണ്. പോക്സ് വൈറസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ബ്രിക് ഷേപ്ഡ് ആണ്. ടൊബാക്കോ മൊസൈക് വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബ്രിക് ഷേപ്ഡ് അല്ല. അതെന്താണ് ഒരു എന്താ പറയാ ഒരു യൂണിക് സ്ട്രക്ചർ ആയിട്ടാണ് വരുന്നത്. ബ്രിക് ഷേപ്ഡ് ആയിട്ട് വരുന്നത് നമ്മുടെ പോക്സ് വൈറസ് ആണ്. എബോള വൈറസ് ആണെങ്കിലും ഒരു ഫിലമെന്റസ് ഷേപ്പ് ആയിട്ടാണ് വരുന്നത്, റോഡ് ഷേപ്പ് അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. റാബിസ് വൈറസ് ബുള്ളറ്റ് ഷേപ്ഡ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയും. കൗഡി ടൈപ്പ് ബി ഇൻക്ലൂഷൻ ബോഡീസ് ആർ സീൻ ഇൻ. ഇൻക്ലൂഷൻ ബോഡീസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ഇൻക്ലൂഷൻ ബോഡീസ് പറഞ്ഞിട്ടുണ്ട്. നെഗ്രി ബോഡീസ്, കൗഡി ടൈപ്പ് തന്നെ, കൗഡി ടൈപ്പ് എ, കൗഡി ടൈപ്പ് ബി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കൗഡി ടൈപ്പ് എ ആണെന്നുണ്ടെങ്കിൽ ഹെർപ്പിസ് വൈറസിലൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. കൗഡി ടൈപ്പ് ബി ആണെങ്കിൽ പോളിയോ വൈറസിലാണ് വരുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ യെല്ലോ ഫീവർ, ഓപ്ഷൻ ബി പോളിയോ വൈറസ്, ഓപ്ഷൻ സി ഹെർപ്പിസ് വൈറസ് ആൻഡ് ഓപ്ഷൻ ഡി റാബിസ് വൈറസ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. പോളിയോ വൈറസ് ഇസ് ദ റൈറ്റ് ആൻസർ.
Which among the following is the antigenically defective virus? Antigenically defective virus ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഹെപ്പറ്റൈറ്റിസ് എ, ഓപ്ഷൻ ബി ഹെപ്പറ്റൈറ്റിസ് ബി, ഓപ്ഷൻ സി ഹെപ്പറ്റൈറ്റിസ് സി ആൻഡ് ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ് ഡി. ഹെപ്പറ്റൈറ്റിസ് വൈറസസിൽ ഡിഫക്റ്റീവ് വൈറസ് എന്ന് അറിയപ്പെടുന്നത് ഹെപ്പറ്റൈറ്റിസ് ഡി ആണ്. HDV ആണെന്ത് ഡിഫക്റ്റീവ് വൈറസ് എന്ന് പറയുന്നത്. എപ്പോഴും എന്താണ് ഹെപ്പറ്റൈറ്റിസ് ഡിക്ക് എന്താണ് ഒരു ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഒരു ഡിപ്പെൻഡൻസ് എപ്പോഴും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡിഫക്റ്റീവ് വൈറസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഹെപ്പറ്റൈറ്റിസ് ഡി ഇസ് ദ റൈറ്റ് ആൻസർ. And 60th question, which among the following is false regarding viral diagnosis? Viral diagnosis is false ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ demonstration of negri bodies on cell-less stain is routine diagnostic method of for diabetes in dogs. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ ബി immunofluorescence offers a rapid method for demonstration of virus antigens. അതും ശരിയാണ്. Examination of a single sample of a serum for antibodies in diagnosis of any viral infections. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. And ഓപ്ഷൻ ഡി real time PCR is a very sensitive technique and that can detect a single molecule of viral DNA in a clinical specimens. ഓപ്ഷനും ശരിയാണ്. ഇവിടെ എന്താണ് ഓപ്ഷൻ സി is the right answer. Examination of single sample of a serum. അതായത് single sample of serum for the diagnosis of antibodies are using for the diagnosis of any viral infections എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Any viral infections നമ്മൾ സിംഗിൾ സാമ്പിൾ വെച്ചിട്ട് അതിന് ആന്റിബോഡി ഡിറ്റക്ഷൻ വെച്ചിട്ടൊന്നും കാര്യമില്ല. സോ ഓപ്ഷൻ സി is the right answer. ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചപ്പോൾ ഓപ്ഷൻ സി is the right answer. ഇനി അടുത്തത് നമുക്ക് ബയോകെമിസ്ട്രി ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് പാത്തോളജി ഡിസ്കസ് ചെയ്തു, 30 ക്വസ്റ്റ്യൻസ് മൈക്രോബയോളജി ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കിയുള്ള 40 ക്വസ്റ്റ്യൻസ് ബയോകെമിസ്ട്രിയിൽ നിന്നാണ്. അപ്പോൾ 61th ക്വസ്റ്റ്യൻ, ക്ലാസ് എ ഗ്ലാസ് വെയേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ്. ക്ലാസ് എ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്ലാസ് വെയേഴ്സ് ഉണ്ടല്ലോ, അതിൽ ക്ലാസ് എ ഗ്ലാസ് വെയേഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സോഡാലൈം ഗ്ലാസ്, ഓപ്ഷൻ ബി ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, ഓപ്ഷൻ സി ഫ്ലൂറോ കാർബൺ റെസിൻസ് ആൻഡ് ഓപ്ഷൻ ഡി പോളികാർബണേറ്റ്സ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ബോറോസിലിക്കേറ്റ് ഗ്ലാസസ് ആർ ദ ക്ലാസ് എ ഗ്ലാസ് വെയേഴ്സ്. വോളിമെട്രിക് ഗ്ലാസ് വെയേഴ്സ് ആർ കാലിബ്രേറ്റഡ് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചറിലാണ് വോളിമെട്രിക് ഗ്ലാസ് വെയേഴ്സ് കാലിബ്രേറ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ 20 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 37 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 4 to 6 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 20 ഡിഗ്രി സെൽഷ്യസിലാണ് അത് വോളിമെട്രിക് ഗ്ലാസസ് കാലിബ്രേറ്റ് ചെയ്യുന്നത്. And 63rd question, the major dry chemical used in the ABC type of fire extinguishers. Fire extinguishers, different types of fire extinguishers ഒക്കെ ഉണ്ടല്ലോ, അതിൽ ABC type fire extinguisher യൂസ് ചെയ്യുന്ന ഡ്രൈ കെമിക്കൽ ഏതാണെന്നാണ് ചോദിച്ചത്. മേജർ ഡ്രൈ കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പൊട്ടാസ്യം ക്ലോറൈഡ്, ഓപ്ഷൻ ബി പൊട്ടാസ്യം ബൈകാർബണേറ്റ്, ഓപ്ഷൻ സി മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി CO2 കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. മോണോ അമോണിയം ഫോസ്ഫേറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. 64th question, which of the following is the secondary standard chemical? Secondary standard chemical ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. പ്രൈമറി സ്റ്റാൻഡേർഡ് കെമിക്കൽ, സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽസ് ഉണ്ടല്ലോ, അതിൽ സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഒക്സാലിക് ആസിഡ്, ഓപ്ഷൻ ബി സോഡിയം കാർബണേറ്റ്, ഓപ്ഷൻ സി സിങ്ക് പെല്ലറ്റ് ആൻഡ് ഓപ്ഷൻ ഡി സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെ എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. Which of the following method is more suitable for the preparation of pyrogen-free water? Pyrogen-free water prepare ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന suitable method ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ultrafiltration, ഓപ്ഷൻ ബി distillation, ഓപ്ഷൻ സി deionization ആൻഡ് ഓപ്ഷൻ ഡി filtration. ഓപ്ഷൻ എ is the right answer. Ultrafiltration ആണത് pyrogen-free water preparation വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. So option A is the right answer. Ultrafiltration is the right answer. 66th question, the SI unit of the prefix giga corresponds to. ജിഗ എന്ന് പറയുന്നത് കറസ്പോണ്ട് ചെയ്യുന്നത് എത്ര എന്താണ് വാല്യൂലാണെന്നുള്ളത് ചോദിച്ചുള്ളൂ. ഓപ്ഷൻ എ 10⁻⁹, ഓപ്ഷൻ ബി 10⁻⁶ ആൻഡ് ഓപ്ഷൻ സി 10⁹9, ഓപ്ഷൻ ഡി 10⁶6. ജിഗ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ജിഗാബൈറ്റ്സ് GB എന്നൊക്കെ പറയുമല്ലോ, മെഗാബൈറ്റ്സ് ജിഗാബൈറ്റ്സ് കിലോബൈറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ 10⁹9 ആണെന്ത് ജിഗാബൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 10⁹9 ഇസ് ദ റൈറ്റ് ആൻസർ. Molarity is അതിന്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻസ്, ഓപ്ഷൻ ബി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻസ്, ഓപ്ഷൻ സി നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്സ് പെർ കിലോഗ്രാം ഓഫ് സൊല്യൂട്ട്, ഓപ്ഷൻ ഡി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. നമ്മള് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് മൊളാരിറ്റി ഡെഫിനിഷൻസ്. അപ്പോൾ അതിൽ മൊളാരിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻസ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. Next question, which one of the following is the best to preserve the urine sediment? Urine sediment in a best preservative ഏതാണെന്ന് ചോദിച്ചല്ലോ. ഓപ്ഷൻ എ acetic acid, ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ സി ക്ലോറോഫോം, ഓപ്ഷൻ ഡി ഫോർമാലിൻ. ഏതാണ് ബെസ്റ്റ് പ്രിസർവേറ്റീവ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ഫോർമാലിൻ ഈസ് ദ ബെസ്റ്റ് പ്രിസർവേറ്റീവ് ഫോർ ദ യൂറിൻ സെഡിമെന്റ്സ്.
In sodium fluoride potassium oxide mixture, sodium fluoride inhibits the actions. അതായത് sodium fluoride ന്റെ ആക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എക്സോകൈനസ് ഇൻഹിബിഷൻ ഏത് എൻസൈമിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എക്സോകൈനസ്, ഓപ്ഷൻ ബി ഇനോലൈസ്, ഓപ്ഷൻ സി ഫോസ്ഫോഫ്രക്ടോകൈനസ്, ഓപ്ഷൻ ഡി പൈറുവേറ്റ് കൈനസ്. ഓപ്ഷൻ ബി ഇനോലൈസിനെയാണ് അത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഗ്ലൈക്കോളിസിനെ ഗ്ലൂക്കോസിനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫ്ലൂറൈഡ്സ് യൂസ് ചെയ്യുന്നത്. ഇനോലൈസിനാണ് ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. A biomedical waste management system, white colored containers are used for disposal. White color containers എന്തിനാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ കെമിക്കൽ വേസ്റ്റ്, ഓപ്ഷൻ ബി anatomical waste, ഓപ്ഷൻ സി cytotoxic drugs, ഓപ്ഷൻ ഡി ഷാർപ്പ് ഒബ്ജക്ട്സ്. ഷാർപ്പ് ഒബ്ജക്ട്സ് ലൈക്ക് ലാൻസെറ്റ്, നീഡിൽസ് ഒക്കെ ഡിസ്കാർഡ് ചെയ്യാനാണ് നമ്മൾ വൈറ്റ് കണ്ടെയ്നേഴ്സ്, എന്താണ് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷാർപ്പ് ഒബ്ജക്ട്സിന് വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. In spectrophotometry, the monochromator used is. സ്പെക്ട്രോഫോട്ടോമെട്രിയിലുള്ള മോണോക്രോമാറ്റർ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പ്രിസം, ഓപ്ഷൻ ബി ഫിൽറ്റർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദം. പ്രിസം ആണ് എന്ത് മോണോക്രോമാറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. Iodine 131 heparin is used for. Iodine 131 heparin എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ DNA studies, ഓപ്ഷൻ ബി ട്രീറ്റിംഗ് പോളിസൈറ്റീമിയ, ഓപ്ഷൻ സി മെഷറിംഗ് ദി എഫക്റ്റീവ് റീനൽ പ്ലാസ്മ വോളിയം, ഓപ്ഷൻ ഡി റേഡിയോ ഇമ്യൂണോഅസ്സേ. നമ്മൾ റീനൽ പ്ലാസ്മ ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് Iodine 131 heparins യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, മെഷറിംഗ് ദ എഫക്റ്റീവ് റീനൽ പ്ലാസ്മ ഫ്ലോ. And 73rd question, hyperventilation causes. Hyperventilation cause ചെയ്യുന്ന കണ്ടീഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ റെസ്പിറേറ്ററി ആസിഡോസിസ്, ഓപ്ഷൻ ബി റെസ്പിറേറ്ററി ആൽക്കലോസിസ്, ഓപ്ഷൻ സി ആനയോൺ ഗ്യാപ്പ് ആസിഡോസിസ്, ഓപ്ഷൻ ഡി ആനയോൺ ഗ്യാപ്പ് ആൽക്കലോസിസ്. ഓപ്ഷൻ സി ബി is the right answer. Respiratory alkalosis is the causing of by the hyperventilation. Option B is the right answer. Respiratory alkalosis. The 74th question, Van Hoff's law is concerned with. Van Hoff law എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ആലോചിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്, ഓപ്ഷൻ ബി വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, ഓപ്ഷൻ സി ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ഓപ്ഷൻ ഡി അയാനിക് സൊല്യൂഷൻസ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് വാൻ ഹോഫ്സ് ലോ എന്ന് പറയുന്നത്. The stationary phase in the reverse phase of chromatography. Reverse phase chromatography stationary phase എന്ന് പറയുന്നത് എന്താണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നോൺ പോളാർ, ഓപ്ഷൻ ബി പോളാർ, ഓപ്ഷൻ സി നോട്ട് അഫക്റ്റഡ് ബൈ ദ പോളാരിറ്റി ആൻഡ് ഓപ്ഷൻ ഡി വാട്ടർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നോൺ പോളാർ ആയിരിക്കും അതിന്റെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. Purification of enzymes or proteins are best done by enzymes-നെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബെസ്റ്റ് മെത്തേഡ് അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ലിക്വിഡ് ക്രോമറ്റോഗ്രഫി, ഓപ്ഷൻ ബി തിൻ ലെയർ ക്രോമറ്റോഗ്രഫി, ഓപ്ഷൻ സി പേപ്പർ ക്രോമറ്റോഗ്രഫി ആൻഡ് ഓപ്ഷൻ ഡി അഫിനിറ്റി ക്രോമറ്റോഗ്രഫി. അഫിനിറ്റി ക്രോമറ്റോഗ്രഫിയാണ് മെയിൻ ആയിട്ട് എൻസൈം പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. One assay on all samples in batch can be performed by. ഓരോ ബാച്ച് വൈസ് എന്താണ് എല്ലാ സാമ്പിൾസിനും സെയിം അസേ ചെയ്യുന്ന പ്രൊസീജിയർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ചെയ്യുന്ന അനലൈസർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ റാൻഡം ആക്സസ് അനലൈസർ, ഓപ്ഷൻ ബി കണ്ടിന്യൂസ് ആക്സസ് അനലൈസർ, ഓപ്ഷൻ സി ബാച്ച് അനലൈസർ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ. ഡയറക്റ്റ് നമുക്ക് ഓപ്ഷൻ തന്നെ ഉണ്ട് ബാച്ച് വൈസ് ഏതാണ്. അപ്പോൾ ബാച്ച് അനലൈസർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ബാച്ച് അനലൈസർ ഇസ് ദ റൈറ്റ് ആൻസർ. 78th question, the basic principle of dry chemistry analyzer. Dry chemistry യൂസ് ചെയ്യുന്ന നമ്മൾ ഈ ഗ്ലൂക്കോമീറ്റേഴ്സിലേക്ക് യൂസ് ചെയ്യുന്ന ഡ്രൈ കെമിസ്ട്രി അനലൈസിലേക്ക് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണ്, പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടർബിഡോമെട്രി, ഓപ്ഷൻ ബി ലൈറ്റ് സ്കാറ്ററിംഗ്, ഓപ്ഷൻ സി എമിഷൻ ആൻഡ് ഓപ്ഷൻ ഡി റിഫ്ലക്റ്റൻസ് ഫോട്ടോമെട്രി. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. റിഫ്ലക്റ്റൻസ് ഫോട്ടോമെട്രി ഇസ് ദ റൈറ്റ് ആൻസർ. Which one of the following is not a laboratory accreditation agency? Laboratory accreditation agency അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ CDSCO, ഓപ്ഷൻ ബി NABL, ഓപ്ഷൻ സി CAP, ഓപ്ഷൻ ഡി ISO. നമുക്കറിയാം CAP, ISO, NABL ഒക്കെ എന്താണ് ഒരു പ്രൈവറ്റ് അക്രഡിറ്റേഷൻ ഏജൻസീസ് ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. CDSCO എന്ന് പറയുന്നതാണ് ലബോറട്ടറി അക്രഡിറ്റേഷൻ ഏജൻസി അല്ലാത്തത്. In quality control, while plotting LJ chart, a single control measurement exceeds the 2S control limits in the case. 2S-നേക്കാളും exceed ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ക്രൈറ്റീരിയ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അക്യുറസി, ഓപ്ഷൻ ബി റിജക്ഷൻ, ഓപ്ഷൻ സി പ്രിസൈസ് ആൻഡ് ഓപ്ഷൻ ഡി സെൻസിറ്റിവിറ്റി. ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് റിജക്ഷൻ ആണ്. ബാക്കിയുള്ള ആൻസേഴ്സ് ഒന്നും നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റില്ല. റിജക്ഷൻ ആയതൊക്കെ
എന്താണ് 2s കൂടുതൽ വരുന്നത്. തന്നെ വെസ്റ്റ് ഗാർഡ് റൂൾസ് നമുക്കറിയാം, വാണിംഗ് റൂൾസും റിജക്ഷൻ റൂൾസും ഉണ്ട്. അപ്പൊ അതിൽ എന്താണ് 2s മുകളിൽ പോയി എന്ന് വിചാരിച്ചുകൊണ്ട് അത് കംപ്ലീറ്റ്ലി റിജക്ട് ആവില്ല. പക്ഷെ എന്നാലും ഇവിടുത്തെ ഒരു ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. റിജക്ഷൻ ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത്. Congenital renal glycosuria is due to defect of. Congenital renal glycosuria defect എന്തിന്റെ ഡിഫക്റ്റ് വൈസിലാണ്ടാവുന്നുള്ളത്? S-GLUT2, ഓപ്ഷൻ എ S-GLUT2, ഓപ്ഷൻ ബി S-GLUT1 ആൻഡ് ഓപ്ഷൻ സി GLUT2 ആൻഡ് ഡി GLUT3. ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. S-GLUT2 ആണെന്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കൺജനൈറ്റൽ റീനൽ ഗൈക്കോസുരിയക്ക് ഡിഫക്റ്റ് വരുന്നത് S-GLUT2ലാണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 82 question. Neuropsychiatric manifestation can be seen in all the following except ഏതിലാണ് ന്യൂറോസൈക്കോട്ടിക് മാനിഫെസ്റ്റേഷൻസ് കാണിക്കാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കൺജനൈറ്റൽ എറിത്രോപോയറ്റിക് പോർഫൈറിയ, ഓപ്ഷൻ ബി ഹെറിഡിറ്ററി കോപ്രോപോർഫൈറിയ, ഓപ്ഷൻ സി വേരിഗേറ്റ് പോർഫൈറിയ, ഓപ്ഷൻ ഡി ഇന്റർമിറ്റന്റ് പോർഫൈറിയ. ഇവിടെ എന്താണ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. കൺജനൈറ്റൽ എറിത്രോപോയറ്റിക് പോർഫൈറിയ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. All the following statement about thalassemia are true except ഏതാണ് താഴെ കൊടുത്തതിൽ ട്രൂ എക്സെപ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തലാസീമിയ ബേസ് ചെയ്ത് തലാസീമിയയുടെ റിലേറ്റ് ചെയ്തതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആൽഫ തലാസീമിയ മേജർ ഇസ് നോട്ട് സീൻ ക്ലിനിക്കലി. ഓപ്ഷൻ ബി ബീറ്റ തലാസീമിയ മേജർ മാനിഫെസ്റ്റ് ഓൺലി ആഫ്റ്റർ ബർത്ത്. ഓപ്ഷൻ സി ആൽഫ തലാസീമിയ മേജർ ഇസ് കോമ്പാറ്റിബിൾ വിത്ത് ലൈഫ്. ഓപ്ഷൻ ഡി ബീറ്റ തലാസീമിയ ഇസ് മോർ കോമൺ ദാൻ ആൽഫ വെറൈറ്റി. ഇവിടെ എന്താണ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ആൽഫ തലാസീമിയ മേജർ ഇസ് കോമ്പാറ്റിബിൾ വിത്ത് ലൈഫ്. അതാണ് ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 84th question. All the following statement about thalassemia. Sorry. സെൻസിറ്റീവ് മാർക്കർ ഫോർ ആൽക്കഹോൾ അബ്യൂസ്. ആൽക്കഹോൾ അബ്യൂസിന്റെ സെൻസിറ്റീവ് മാർക്കർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അലനിൻ അമൈനോ ട്രാൻസ്ഫറേസ്, ഓപ്ഷൻ ബി ആസ്പെർട്ടേറ്റ് അമൈനോ ട്രാൻസ്ഫറേസ്, ഓപ്ഷൻ സി ന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റേസ് ആൻഡ് ഓപ്ഷൻ ഡി ഗാമ ഗ്ലൂട്ടമൈൽ ട്രാൻസ്ഫറേസ്. ഏതാണ് ആൽക്കഹോൾ അബ്യൂസിന്റെ സെൻസിറ്റീവ് മാർക്കർ എന്ന് ചോദിച്ചിട്ടുള്ളത്? നമുക്കറിയാം എന്താണ് ഓപ്ഷൻ ഡി ഗാമ ഗ്ലൂട്ടമൈൽ ട്രാൻസ്ഫറേസ് ആണ് നമ്മൾ ആൽക്കഹോൾ അബ്യൂസിന്റെ കേസിൽ യൂസ് ചെയ്യുന്ന മെയിൻ മാർക്കർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഗാമ ഗ്ലൂട്ടമൈൽ ട്രാൻസ്ഫറേസ് GGT. 86th question. Which one of the following enzyme act primarily by covalent catalysis? Covalent catalysisനെ ഫോളോ ചെയ്യുന്ന ഏതാണ് മെയിൻ എൻസൈം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പെപ്സിൻ, ഓപ്ഷൻ ബി കൈമോട്രിപ്സിൻ, ഓപ്ഷൻ സി ലൈസോസോമൽ കാഥെപ്സിൻ ആൻഡ് ഓപ്ഷൻ ഡി പോർട്ടിയസ് ബൈ HIV വൈറസ്. എന്താണ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കൈമോട്രിപ്സിൻ ആണ് എന്ത് മെയിൻ ആയിട്ടുള്ള കോവാലന്റ് കാറ്റാലിസിസ് എൻസൈം എന്ന് പറയുന്നത്. Next question. Which of the following statement is true regarding the ligases? Ligases എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് എൻസൈംസിന് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ synthetases are enzyme belonging to the class of ligases. Option B they are ATP independent. Option C glycogen synthase belongs to ligases and option D none of the above. Option A is the right answer. Synthetase are the enzyme belongs to the class ligases. Synthetases എന്ന് പറയുന്ന ഗ്രൂപ്പാണ് അല്ലെങ്കിൽ synthetases എന്ന് പറയുന്ന എൻസൈംസുകൾ എന്താണ് ക്ലാസ് ഓഫ് ലിഗേസസിൽ പെട്ടതാണ്. ഓപ്ഷൻ A is the right answer. Congenital adrenogenital syndrome is not characterized by option A 21 hydroxylase deficiency, option B high ACTH production, option C precocious puberty in boys and option D decreased 17 hydroxyprogesterone. Option D is the right answer. Decreased 17 hydroxyprogesterone ആണ് congenital adrenogenital syndrome ഇതിൽ നിന്നും characterize ചെയ്യപ്പെടാത്തത്. ബാക്കിയുള്ള മൂന്ന് എന്താണ് congenital adrenogenital syndrome characteristic features are. 89th question. DNA replication in prokaryotes is characterized by prokaryotes DNA replications in the characterizations എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ presence of single origin of replication site, option B absence of proofreading, option C absence of single stranded binding protein, option D presence of telomerases. എന്താണ് ഓപ്ഷൻ എ is the right answer. Presence of single origin of replication site ആണ് അതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് എന്താണ് തെറ്റാണ്. During the translation, GTP is utilized in all of the following steps except formation of option A formation of ATS initiation complex, option B translocation, option C formation of 4TS initiation complex, option D termination. Option C is the right answer. Formation of 4TS reinitiation complex is the right answer. 91th question. True statement regarding the cosmids. Cosmidsനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ cosmids containing cosites, option B growth in
plasmid formed in bacteria. Option D, several hundred kilobases of DNA can be inserted. Option D, both A and B. Option രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. Cosmid containing coocytes grow in plasmids formed in bacteria. So option D is the right answer. Both option A and B is the right answer. So option D is the right answer. Which of the following statement is true regarding uric acid crystals? Uric acid crystals in true statement is option A, seen in urine only in pathological conditions. Option B, found in deposits of alkaline urine. Option C, they are colorless in urine deposits. Option D, dissolved when urine warmed to 60 degrees Celsius. Option D is the right answer. Dissolves when urine warmed to 60 degrees Celsius. 60 degrees Celsius like ചൂടാക്കുമ്പോൾ അവിടെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസുകൾ ഡിസോൾവ് ആയി പോകുന്നുണ്ട്. Option D is the right answer. The test used to detect presence of hydrochloric acid in the gastric juice test. Gastric function test hydrochloric HCl production അല്ലെങ്കിൽ HCl presence gastric juice നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ് ചോദിച്ചിട്ടുള്ളത്. Option A, ferrichlorate test. Option B, Maclean's test. Option C, Ginzburg's test. Option D, Uffelman test. But option C is the right answer. Ginzburg test is the right answer. Gastric function test gastric juice HCl presence നോക്കാൻ ചെയ്യുന്ന ടെസ്റ്റ്. pH 8.6 is suitable for the serum protein electrophoresis because എന്തുകൊണ്ടാണ് pH 8.6 suitable for serum protein electrophoresis എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, at pH 8.6 all proteins are negatively charged. ശരിയാണ്. ഓപ്ഷൻ ബി, at higher pH there is chance for denaturation. അത് ശരിയാണ്. ഓപ്ഷൻ സി, at lower pH buffering capacity is low. അത് ശരിയാണ്. ഓപ്ഷൻ ഡി, all of the above. ഓപ്ഷൻ ഡി is the right answer. All of the above is the right answer. മുകളിൽ പറയാനുള്ള 3 ഓപ്ഷൻസ് ഒന്നാണ് കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. Which one of the following statement is incorrect regarding monoclonal antibodies? Monoclonal antibodies നേക്കാൾ incorrect ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, it can be used in cancer screening. Option B, it can be used to monitor blood levels of many drugs. Option C, it can be used in diagnose or treat diseases. Option D, it cannot be used to diagnose infectious diseases. അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ഡി is the right option. തെറ്റായിട്ടുള്ള ആൻസർ എന്താണ്? It cannot be used to diagnose infectious diseases. ഇൻഫെക്ഷൻ ഡിസീസസിനെ ഡയഗ്നോസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ വീണ്ടും ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട്. 25-year-old with a 2-year history of refractory hypertension presented to a medicine OPD department with recurrent episodes of palpitation, headache, profuse sweating. Which of the following tests can be done to diagnose the conditions? ഒരു കേസ് സ്റ്റഡി പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏത് കണ്ടീഷനിലാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ ഏത് ടെസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എന്താണ് 25-year-old മെയിൽ ആണ്, അതേപോലെ തന്നെ 2 years ഓഫ് റിഫ്രാക്ടറി ഹൈപ്പർ ടെൻഷൻ ഉണ്ട് പേഷ്യന്റിന്, അതേപോലെ തന്നെ പാൽപിറ്റേഷൻ, ഹെഡേക്ക്, പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, ഇതൊക്കെ ആ ഒരു പേഷ്യന്റിന് ഉണ്ട്. അപ്പോൾ ഏത് ടെസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 24-hour യൂറിൻ VMA എസ്റ്റിമേഷൻ. ഓപ്ഷൻ ബി 24-hour 5-HAA എസ്റ്റിമേഷൻ. ഓപ്ഷൻ സി Obermeyer ടെസ്റ്റ്. ഓപ്ഷൻ ഡി 24-hour യൂറിൻ പ്രോട്ടീൻ ടെസ്റ്റ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 24-hour യൂറിൻ VMA estimation is the right answer. The test used to detect mucopolysaccharides. Mucopolysaccharides use ചെയ്ത ടെസ്റ്റ് ചെയ്താന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സെറ്റൈൽ പാരിഡിനിയം ക്ലോറൈഡ് ടെസ്റ്റ്. ഓപ്ഷൻ ബി ആൽഷ്യൻ ബ്ലഡ് സ്റ്റെയിനിങ്. ഓപ്ഷൻ സി ഫെറിക്ലോറൈഡ് ടെസ്റ്റ്. ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി ഇസ് ദ റൈറ്റ് ആൻസർ. സെറ്റൈൽ പാരിഡിനിയം ക്ലോറൈഡ് ടെസ്റ്റും ആൽഷ്യൻ ബ്ലഡ് സ്റ്റെയിനിങ് നമുക്ക് mucopolysaccharidesന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. And the 100th and last and final questions. The true statement regarding amphetamine abuse is. Amphetamine abuse in true ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ immunoassay is a confirmatory test. Option B, it can be used to monitor blood levels of many drugs. And option C, it can be used to diagnose or treat diseases. And it cannot be used to sorry, options തെറ്റുണ്ട്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 3-4 ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് ഉണ്ട്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം.
ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ എനിവേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് റീസെന്റ് നടന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സാം ആണ്. ഇതിൽ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് കേസ് സ്റ്റഡി ലൈക്ക് ക്വസ്റ്റ്യൻസുകളൊന്നും ഇല്ല. അപ്പോൾ ചില ക്വസ്റ്റ്യൻസുകൾ കൂടുതൽ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസുകളൊന്നും ഇല്ല. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസുകളെ ആ രീതിയിൽ വന്നിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും എന്താണ്, കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസുകളാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ചൊരു ആവറേജ് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസുകളാണ്. പക്ഷെ എന്നിരുന്നാലും കൂടുതൽ ടഫ് ആയിട്ടുള്ള ഒരു എക്സാമും ഇല്ല. അതായത് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസുകൾ തന്നെയായിരുന്നു വന്നിരുന്നത്. എന്താണ്, കൂടുതൽ ബേസിക് അല്ലെങ്കിലും ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ആവറേജ് നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിവേ പ്രിപ്പയർ ചെയ്യുക എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻസുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക. നമുക്ക് അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള അടുത്ത ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.